ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഞാനാണെങ്കിൽ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. വീഡിയോ ഇടാൻ ഇവിടെ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പം വീഡിയോ എടുക്കാൻ ഒരിടത്ത് ഇരുന്ന് എടുക്കാൻ വയ്യ. അപ്പം ഭയങ്കര ശബ്ദമായതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. ഇപ്പോഴേ 12 ദിവസമാണ്, പക്ഷേ ഇന്ന് 5 ദിവസം, ഇന്ന് 5-ാമത്തെ ദിവസമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഇത് നിർത്തി വെച്ചിരിക്കുകയാണ്, മൈക്ക് നിർത്തി വെച്ചേക്കണം. അതപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2-3 ദിവസം വീഡിയോ എടുക്കാറ്. ഞാൻ ഈ ടെറസിൽ വന്നാണ് വീഡിയോ എടുക്കുന്നത്. മുറിക്കകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സൗണ്ട്. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാലേ, എനിക്ക് ഒരു ഇത്താനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ വലിയ റിയാക്ഷൻ വീഡിയോസൊന്നും ചെയ്യുന്ന ആളല്ല. എന്നാലും എനിക്ക് പുള്ളിക്കാരത്തെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറയുവാണ്. പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 1-2 പേരുടെ വീഡിയോസേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ കണ്ടൻറ്റുകൾ ഇഷ്ടം പോലെ നമ്മുടെ ഷാജി ഓരോ ദിവസം ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുകയാണ്, മറ്റുള്ളവർക്ക് എടുത്ത് വെച്ച് ചെയ്യാനെ കൊണ്ട്. അപ്പം റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവർക്ക് ആർക്കും കണ്ടൻറ്റിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഷാജി അപ്പോൾ തന്നെ അപ്പോൾ വന്ന് അവർക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കി കൊടുക്കുവാണ്. അപ്പോൾ അവർ ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവർ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന സ്വഭാവമാണ്. അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർ പറയും. അപ്പം നമ്മളായിട്ട് ഒന്നുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ആൾക്കാർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യണതാണ് ഷാജിക്ക് ബുദ്ധിമുട്ട് കാണുമ്പോൾ. അപ്പോൾ അവരുടെയൊക്കെ പേരിൽ കേസ് കൊടുക്കാൻ നടക്കുകയാണ്. ഇത് നമ്മളായിട്ട് തന്നെയല്ലേ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നമ്മളായിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുക. ഒരിക്കൽ കല്യാണം കഴിച്ചെന്ന് പറയും, ഒരിക്കൽ കഴിച്ചില്ല എന്ന് പറയും. താലി കെട്ടിയത് പൊക്കി കാണിക്കുന്നു, മറ്റുള്ള കാശ് മേടിച്ചത് കാണിക്കുന്നു, എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് അവർക്ക് അവരുടെ മുമ്പിലോട്ട് വെച്ച് കൊടുക്കുമ്പം പിന്നെ അവരെടുത്ത് റിയാക്ട് ചെയ്യണതിനാണോ കുഴപ്പം? അത് നമ്മളായിട്ട് ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, അതാ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് നമ്മുടെ യൂട്യൂബിനകത്ത് ഇപ്പം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനല്ല വന്നത്. നമ്മുടെ തിരുവനന്തപുരത്തുകാരി ഒരു ഇത്ത ഉണ്ടല്ലോ, മഷൂറ ഫാത്തിമ എന്ന് പറയണ ആ ഇത്താൻ്റെ കുറിച്ച് 2 വാക്ക് പറയാനാണ് ഞാൻ വന്നത്. എപ്പോഴും വിചാരിക്കും പറയണമെന്ന്. പക്ഷെ നമ്മളെയൊക്കെ പോലെ തന്നെ പുള്ളിക്കാരത്തി ഞാനൊക്കെ അതുപോലെ ഒരു തൊഴിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അത് പുള്ളിക്കാരത്തി വളരെ കഷ്ടപ്പെട്ട 3 കുഞ്ഞുങ്ങളെ, അത് പൊടി കുഞ്ഞുങ്ങളാണ്, തീരെ പൊടി കുഞ്ഞുങ്ങളാണ്. തീരെ പൊടി കുഞ്ഞുങ്ങൾ പൂച്ച തീരെ പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെയും കൊണ്ടാണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് റബ്ബർ പാലെടുത്തിട്ട് ഒക്കെ അവരുടെ ഉപജീവന മാർഗം ആ കുഞ്ഞുങ്ങളെ പോറ്റുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഒരു വിഭാഗക്കാരുണ്ട്, ഒരു കൂട്ടരുണ്ട്. അതാരെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് കരയുക. അപ്പം നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ അവകാശമാണ്, നമ്മുടെ ചുമതലയാണ്. നമ്മൾ പ്രസവിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ, പിന്നെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നമ്മുടെ ചുമതലയും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ കാണുന്ന നാട്ടുകാരുടെ ഉത്തരവാദിത്വമൊന്നും അല്ല അത്. ഇപ്പം അച്ഛനെ ഉപേക്ഷിച്ച് പോണ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഒരാൾ തന്നെയല്ല, ഒരുപാട് ആൾക്കാരുണ്ട് അച്ഛൻ ഉപേക്ഷിച്ച് പോണത്, മരിച്ചു പോകുന്നവർ ഒക്കെയുണ്ട്. അവരെയൊക്കെ അവരുടെ അമ്മമാർ നോക്കുന്നില്ലേ? അത് നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുക, അത് നിങ്ങൾ നോക്ക്, എൻ്റെ കുഞ്ഞിന് അച്ഛനില്ല, എൻ്റെ കുഞ്ഞിന് ഒന്നും മേടിക്കാൻ കാശില്ല, നിങ്ങൾ സഹായിക്കണം എന്നും പറഞ്ഞിട്ട് ആരും നടക്കുമല്ലോ. ഇപ്പോഴും കുറച്ച് പേരുണ്ട്
കുറച്ച് പേരെന്നെന്താ ഒരുപാട് പേരില്ല. എനിക്കറിയുന്ന 2, 3 പേരുണ്ട്. അതിൽ ഒരാൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരാളാണ് കൂടുതലായിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് കുഞ്ഞിനെ വെച്ചിട്ട് അതിനെ അച്ഛനെയും വെച്ചിട്ട് വീഡിയോസ് ചെയ്ത് പിന്നെ വലിയ ഗുണ്ടായിസമൊക്കെ കാണിച്ച് പുള്ളിക്കാരത്തി നടക്കുന്നത്. നമ്മളെ ഉപേക്ഷിച്ച് പോയവരെ പുറകെ നമ്മൾ പിന്നെ പോകുന്നത് എന്തിനാണ്? നമ്മളൊക്കെ സ്ത്രീധനം എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കേസ് പറഞ്ഞ് അത് മേടിക്കണം. അല്ലാതെ അത് മേടിക്കാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങേരെ രണ്ടാമത്തെ ഭാര്യയെയും സമൂഹത്തിൻ്റെ മുമ്പിൽ മോശക്കാരാക്കി അങ്ങേര് ചെയ്തത് കുഞ്ഞല്ലെന്നൊക്കെ പറഞ്ഞത് സത്യം തന്നെ. അല്ല, സത്യം കുഞ്ഞല്ലെന്നൊക്കെ പറയുന്നത് ഇവർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ DNA കൊണ്ടുപോവാ എന്നൊക്കെ DNA എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞത് മോളല്ല എന്ന് പറഞ്ഞതൊക്കെ തീരെ മോശപ്പെട്ട കാര്യമാണ്. ഒരു കുഞ്ഞിനെയും തള്ള ഇട്ടിട്ട് പോകണം, അതിലും മോശപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ നമ്മൾ അവരെ മോശക്കാരാക്കരുത്. ഒരു കാലത്ത് നിങ്ങൾ ഓർക്കണം, നമ്മളെ ഒരുപാടൊക്കെ സ്നേഹിച്ച ഒരു വ്യക്തിയാണെന്നൊക്കെ ഉള്ള. അപ്പം എൻ്റെ വിഷയം അതൊന്നുമല്ല. അപ്പം മഷൂറ ഫാത്തിമയെക്കുറിച്ച് 2 വാക്ക് പറയാനാണ്. അപ്പോൾ അവർ കഷ്ടപ്പെട്ടാണ് അവരെ കുഞ്ഞിനെ വളർത്തുന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അരി വാങ്ങിക്കാൻ നിവർത്തിയില്ല, നിങ്ങളെല്ലാവരും കൂടെ സഹായിക്കണം എന്നൊന്നും പറഞ്ഞല്ല ആ പുള്ളിക്കാരത്തി അവർ വീഡിയോ ചെയ്യുന്ന അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആ ഇത്താനക്കൂട്ട് തന്നെ ഞാനും, എനിക്ക് 3 പിള്ളേരെന്നില്ല, എനിക്കൊരു മോനേ ഉള്ളൂ. അപ്പോൾ അതിനെ വളർത്താനെക്കൊണ്ട് ഞാനും ഇതുപോലെ റബ്ബർ പാലെടുത്തിട്ടുണ്ട്, ഒരുപാട് റബ്ബർ പാലെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു ഭയങ്കര, ഞാൻ തന്നെയാണ് ആ സ്ഥാനത്തൊന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതിൻ്റെ കഷ്ടത എത്ര ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഈ റബ്ബർ പാലെടുക്കുമ്പോൾ കാണുന്നവർക്ക് നിസ്സാരമാണ്, പക്ഷെ അത് നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ്. അത് നമ്മൾ ആ ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ചെന്ന് കുനിഞ്ഞും നോന്നും എന്നിട്ട് ഈ തൊട്ടിയിലെ ഈ ബക്കറ്റിലെ പാലും പൊക്കിക്കൊണ്ട് വേണം നമ്മൾ എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും പോകാൻ. അപ്പോൾ ആ വെയിറ്റ് നമുക്ക് എത്രമാത്രം, ഇപ്പം അതൊക്കെ കൊണ്ട് എനിക്ക് വെയിറ്റൊന്നും പൊക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് എടുത്തിട്ടുള്ള റബ്ബർ പാലെടുത്തിട്ടുള്ളതാണ് ഞാനും. അപ്പം എത്രത്തോളം അത് ബുദ്ധിമുട്ടാണെന്നുള്ളത് അത് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. പോയോ പൂച്ച. അപ്പോൾ അത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് അത് ചെയ്യണവർക്കേ അറിയത്തുള്ളൂ. നമ്മൾ കാടും മലയും പാമ്പും കൂടും പിന്നെ കുന്നും തേരിയും എല്ലാം മുരിപ്പിൻ്റെ മണ്ടയിലും ഒക്കെ കയറി വേണം. എത്ര ഇങ്ങനെ മേളിലോട്ട് കിടക്കും, ചില കുത്തനെയുള്ള സ്ഥലമായിരിക്കും, കയറിപ്പോകാൻ അതുപോലെ പാടായിരിക്കും. വെയിറ്റും തൂക്കിക്കൊണ്ട് കയറിപ്പോണം. അതുപോലെ ആ പാലെല്ലാം എടുത്തിട്ട് നമ്മൾ ആ കുത്തനെ താഴോട്ട് ഇറങ്ങി വരണം. ഇറങ്ങി വന്ന് കാലൊന്ന് തെന്നിപ്പോയെങ്കിൽ നമ്മളെ നടു പിടിച്ച് നമ്മൾ വീഴും. ഈ കയ്യിലിരിക്കണ കറയും പോകും. പിന്നെ ആ കറയുടെ എത്ര ഷീറ്റിൻ്റെ കറയുണ്ട് അത്രയും പൈസയും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. നമ്മൾ ആ ആഴ്ചത്തെ ജോലിയുടെ കാശ് തന്നെ ചിലപ്പോൾ അവർ തരാതെയാവും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട്. അതുപോലെ കഷ്ടപ്പാടാണ് ആ ജോലി. നിങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങൾ കാണുന്നവർക്ക് തോന്നും, പക്ഷെ അത് നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഞാനും ചെയ്തിട്ടുള്ള ജോലിയാണ്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ, അവൻ തീരെ കുഞ്ഞായിരുന്നു, അപ്പോഴേ ഒരു 2-3 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം ഞാനും അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഞാനിങ്ങനെയാണ് വളർത്തിയത്. ഇങ്ങനെ മാത്രമല്ല, അപ്പോൾ ഇപ്പോഴുള്ള അമ്മമാർക്കൊന്നും അതൊരു ബുദ്ധിമുട്ട്. പിള്ളേരെ അപ്പനും കളഞ്ഞിട്ട് പോയാലോ ഉപേക്ഷിച്ച് പോയാലോ മരിച്ചു പോയാലോ അവർക്ക് ഇപ്പോഴും ഒരുപാട് പേര് നല്ല രീതിയിൽ തന്നെ അവരിപ്പോഴും ജീവിക്കുന്നവരുണ്ട്. അപ്പം ഇപ്പോൾ ഉള്ളവർക്ക് ഒന്നീ യൂട്യൂബ് ൻ്റെ മുമ്പിൽ വന്ന് വീഡിയോ ഇടുക, അപ്പോൾ അവരെയൊക്കെ സഹായിക്കാൻ ഒരുപാട് പേര് വരും. അപ്പം ഞാനൊക്കെ എൻ്റെ കുഞ്ഞിനെയൊക്കെ വളർത്തിയപ്പോൾ നമുക്കൊരു സഹായങ്ങളുമില്ല. അന്ന് ഈ ഫോണുണ്ടെങ്കിലും ഇതുപോലെ യൂട്യൂബോ കുഞ്ഞു ഫോണൊക്കെയാണ് അന്നുള്ളത്. ചെറിയ ഫോണുണ്ടല്ലോ, ഇത് ടച്ച് അല്ലാത്ത കുഞ്ഞു ഫോണ്, അതൊക്കെയാണ് നോക്കിയയുടെയൊക്കെ സെറ്റ്, അതൊക്കെയാണ് അന്നൊക്കെ ഉള്ളത്. ഇതുപോലെ ക്യാമറയും അല്ലെങ്കിൽ വീഡിയോസ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത കാലത്താണ് നമ്മളൊക്കെ ഞങ്ങൾ ആരുടെയും സഹായം ഇല്ലാതാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയത്. എൻ്റെ വീട്ടുകാരുടെ സഹായം, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അമ്മയുടെയും ഒക്കെ, അപ്പനില്ല എനിക്ക്. അപ്പം അവരുടെ സഹായം കൊണ്ട് ഞാൻ 5-6 വയസ്സ് വരെ എൻ്റെ കുഞ്ഞിനെ
അങ്ങനെയൊക്കെയാണ് വളർത്തിയത്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ഞാൻ റബ്ബർ കാറ എടുത്തിട്ടുണ്ട്. പിന്നെ പശുവിന് പോച്ച പറിച്ച് കൊടുത്തിട്ടുണ്ട്. വിറക് പറക്കി വീട്ടിൽ കൊണ്ട് കൊടുത്ത് കാശ് മേടിച്ചിട്ടുണ്ട്. അരി ഇടിച്ചു കൊടുത്ത് കാശ് മേടിച്ചിട്ടുണ്ട്. അരി ഇടിച്ച് വറുത്ത് കൊടുക്കും. 2-3 കിലോയൊക്കെ അരി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇടിച്ച് വറുത്ത് കൊടുത്താൽ നമുക്ക് 10-30 രൂപയൊക്കെ അത് കിട്ടും. അതുപോലെ പശുവിന് ഒരു കെട്ട് പോച്ച പറിച്ചുകൊണ്ട് കൊടുത്താൽ നമുക്ക് അന്ന് 10-20 രൂപ അത്രയൊക്കെ കിട്ടും. പിന്നെ വിറകൊക്കെ പറക്കാൻ പോകാത്ത ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇച്ചിരിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും വെളിയിൽ ഇറങ്ങത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചേച്ചിമാരൊക്കെ ആണെങ്കിൽ നമ്മളോട് പറയും വിറക് കൊണ്ടുത്താ. അപ്പം ഞാൻ അടുത്തൊക്കെ, ദൂരെയല്ല, എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ, എൻ്റെ വീടിൻ്റെ മുറ്റം വരെ റബ്ബറാണ്. അപ്പോൾ അത് അവിടെ നിന്നൊക്കെ പറക്കി അടുത്തൊക്കെ ഉള്ള വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് 10, 20, 25 രൂപയൊക്കെ തരും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്തു കൊടുത്താണ് ഞാൻ കഴിഞ്ഞിട്ടുള്ളത്, എൻ്റെ മോനെ വളർത്തിയത്. പിന്നെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ യൂട്യൂബിലൊരു എത്ര പാവങ്ങളെന്ന് പറഞ്ഞാൽ യൂട്യൂബിലോട്ടൊരു വീഡിയോ ഇടും. ആ വീഡിയോ കണ്ട് ആ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ള ആൾക്കാർ ഇപ്പോൾ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് അപ്പനില്ലെങ്കിലോ ഒരു കുഞ്ഞിനെ വളർത്താൻ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലമാണ് ഇപ്പം. ഞങ്ങളൊക്കെ സമയത്ത് അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ആശുപത്രിയിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ പോലും നമുക്ക് 10 പൈസ എടുത്ത് തരാൻ സഹായിക്കാനും പോലും ആളില്ലാത്ത ഒരു കാലമായിരുന്നു. അന്നും എനിക്ക് സഹായം കിട്ടിയിട്ടില്ല ആരുടെയൊന്നും. ഇന്നും എനിക്ക് സഹായം കിട്ടിയിട്ടില്ല. എൻ്റെ കഷ്ടപ്പാട് ഞാൻ ചെയ്യണ വീട്ടുജോലിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ അന്നും കഴിഞ്ഞിട്ടുള്ള ഇന്നും ഞാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള അമ്മമാർക്കൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമൊന്നുമില്ല. പിന്നെ ഈ ഇത്താനാണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ നിന്ന് അവർ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും സന്തോഷവും അതൊക്കെ പങ്കുവെച്ചിട്ടാണ് അവർ വീഡിയോ ഇടുന്നത്. അല്ലാതെ അവർ ചെന്ന് ആരുടെയും കയ്യിൽ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കണം. പിന്നെ അവർ വീട് വയ്ക്കുക, അവർക്കൊരു വീട് വയ്ക്കുന്ന അതിനെന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അവർ ചോദിക്കുന്നത്, അല്ലാതെ അവരെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്നും പറഞ്ഞ് അവരാരുടെയും മുമ്പിൽ ചെന്ന് കൈ നീട്ടുന്നില്ല. അതാണ് അന്തസ്സ്. നമ്മളാലുണ്ടായ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് വളർത്തണം, അല്ല മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടല്ല. നമ്മളാണ് അവരെ വളർത്തേണ്ട ആൾക്കാർ. നമ്മുടെ കടമയാണ്. ഇതെങ്ങനെ കഷ്ടപ്പെട്ടായാലും നമ്മൾ വളർത്തേണ്ടത് നമ്മുടെ കടമയാണ്. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് കൈ നീട്ടി അവരുടെ സഹായം കൊണ്ടല്ല നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. എത്ര കഷ്ടപ്പാടായാലും ദുരിതമായാലും നമ്മൾ അധ്വാനിച്ച് അവരെ വളർത്തണം. അതിനേ ഉള്ളൂ എന്നും അന്തസ്സുള്ള ഒരിതാണ് അത്. അല്ലാതെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് അതിലെന്താണ് നമുക്കതിൽ ഉള്ളത്? പിന്നെ സഹായിക്കണവർ സഹായിക്കട്ടെ, സഹായിക്കണവർ സഹായിക്കും. പിന്നെ അത് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ചെന്ന് കൈ നീട്ടണം അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല. നമ്മളാരും വാവിട്ടുന്നവരെ, ഞാൻ ആരുടെയും മുമ്പിൽ വാവിട്ടുന്നവരെ എന്നെ സഹായിക്കണം, എനിക്കൊരു കുട്ടിയുണ്ട്, എനിക്ക് എന്നെ സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ അറിഞ്ഞ് സഹായിച്ചവരൊക്കെ കുറച്ച് പേരൊക്കെ അതൊക്കെ കുറേ കൂടെയൊക്കെ എൻ്റെ മോനൊക്കെ മുതിർന്നതിന് ശേഷം 7-8 ക്ലാസ്സിൽ 9 ക്ലാസ്സിലൊക്കെ ആയ സമയത്താണ് ഒരു ബുക്കോ പുസ്തകമോ ഒക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് തന്നിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ആരും അങ്ങനെ എനിക്കാരും സഹായിച്ചിട്ടില്ല. പിന്നെ ഞാൻ നിൽക്കുന്ന വീട്ടിൽ നിന്ന്, ഞാൻ ജോലി ചെയ്യുന്ന വീട്ടുകളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ബുക്കോ പെൻസിലോ പേനയോ ഒക്കെ വാങ്ങിച്ച് തന്നവരുമുണ്ട്, വാങ്ങിക്കാൻ കാശ് കുറച്ചൊക്കെ തന്നവരുമുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ വാവിട്ടുന്നവരെ ഞാൻ ചോദിച്ചിട്ടില്ല. അത് എൻ്റെ അഭിമാനം എന്നെ സമ്മതിക്കത്തില്ല. അത് അന്നും ഇന്നും എൻ്റെ അഭിമാനം അതിന് സമ്മതിക്കില്ല. ഞാൻ തന്നെ എനിക്ക് ഇപ്പോഴും ആയാലും നമ്മുടെ മക്കളെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അതാണ് നമുക്ക് എന്നും ഒരു അന്തസ്സോടുകൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തണം. അതാണ് എൻ്റെ ഒരു രീതി, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പിന്നെ അമ്മമാരൊക്കെ ഇപ്പം എല്ലാവരും കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് യൂട്യൂബ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കി അതിൽ കൂടെ അവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടും. അതൊക്കെയാണ്. അത് കിട്ടിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ
കഴിയുന്നതും നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി മറ്റുള്ളവരുടെ ചിലവിൽ ജീവി കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അതിനൊരു എന്താ പറയുക, അതിനൊരു ഇതില്ല, എനിക്ക് തോന്നണില്ല. നമ്മൾ കഷ്ടപ്പാട് കൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ നമുക്കെന്നും തല ഉയർപ്പോടെ മറ്റുള്ളവർ തന്നിട്ട് മറ്റുള്ളവർ നമുക്ക് തന്ന സഹായത്തിൻ്റെ പേരിൽ ആ കുഞ്ഞുങ്ങൾക്ക് അതും ഇതും മേടിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് അത്ര താല്പര്യമില്ല. ഞാൻ അധ്വാനിച്ച കാശ് കൊണ്ട് മേടിച്ചു കൊടുക്കുമ്പോഴാണ് എനിക്ക് തൃപ്തി കിട്ടുന്നത്. എൻ്റെ കുഞ്ഞിന് ഞാൻ അധ്വാനിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് എൻ്റെ വിയർപ്പിൻ്റെ വില കൊണ്ട് വാങ്ങിച്ചു കൊടുക്കണ ആ ഒരു ഇതിനെ നമുക്ക് തൃപ്തി കിട്ടുന്നത്. മറ്റേത് ആരെങ്കിലും തന്നത് കൊണ്ട് നമ്മൾ കഴിയണതും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി കൊടുക്കുന്നതിനും ഉള്ള രണ്ടും രണ്ട് വ്യത്യാസങ്ങളുണ്ട്. രണ്ടും രണ്ട് വ്യത്യാസങ്ങളാണ് അതിൽ ഉള്ളത്. പിന്നെ അപ്പം മറ്റുള്ളവരുടെ അത് എന്നും അവരുടെ മുമ്പിൽ നമുക്ക് എപ്പോഴും ഒരു കുമ്പിട്ട് നിൽക്കേണ്ടി വരും. അവരുടെ ചുമ്മാ തരുന്ന സഹായത്തിൻ്റെ മുമ്പിൽ നമ്മളെപ്പോഴും കുമ്പിട്ട് നിൽക്കേണ്ടി വരും. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ചോദിച്ചു മേടിക്കുന്നതാണത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നമുക്ക് ഇങ്ങനെ നമ്മുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും കാണുമ്പോഴത്തേന് ആൾക്കാർ നമ്മളെ സഹായിക്കും, നല്ല മനസ്സുള്ളവർ സഹായിക്കും. അപ്പോൾ അല്ലാത്തവർ സഹായിക്കത്തില്ല. അപ്പോൾ അവിടെ നമ്മളെ തന്നെ ഇതാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു തൃപ്തി വേണമെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇതിൽ എന്നെ വന്ന് ആരും പൊങ്കാലയൊന്നും ഇടല്ലേ. ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയത് കൊണ്ടാണ്, ഞാൻ ആരെയും സഹായം ഇല്ലാതാണ് ഞാൻ വളർത്തിയത്. ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. അന്നത്തെ ഇപ്പോഴൊന്നും ഉള്ളവരൊന്നും അങ്ങനെ കഷ്ടപ്പെടത്തില്ല. ഞാനാണെങ്കിൽ ഒരുപാടെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് അന്നൊക്കെ ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ പിന്നെ ഒരു 3000 രൂപ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാൻ 3000 രൂപ പോയിൻ്റ് ഒരു ബസ് ചാർജേ ഉള്ളൂ. 3.5 രൂപ ബസ് ചാർജേ ഉള്ളൂ. അതുപോലും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലാതെ ഞാൻ നടന്നിട്ടുണ്ട് അത്രയും ദൂരം. നടക്കുമ്പോൾ അത് നല്ല ദൂരമാണ്. ബസ്സിന് അന്നൊക്കെ കാശൊക്കെ കുറവല്ലേ, ബസ് ചാർജൊക്കെ അത്രയേ ഉള്ളൂ, മിനിമം ചാർജൊക്കെ അത്രയേ ഉള്ളൂ. ഇപ്പോഴാണ് ആ മിനിമം ചാർജിലൊക്കെ 10, 15, 20 രൂപയൊക്കെ ആയത്. നടക്കുമ്പോൾ നല്ല ദൂരമുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ അങ്ങോട്ട് പോയി തിരിച്ചു വരാനില്ല, 3.5 രൂപ എടുക്കാനില്ല. തിരിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെയും തോളത്തിട്ടിട്ട് ഞാൻ നടക്കുമായിരുന്നു, കിലോമീറ്ററുകളോളം ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളും ഇവിടെ വരെ എത്തി. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജീവിക്കാൻ നിവർത്തിയില്ല, വളർത്താൻ നിവർത്തിയില്ല, പഠിപ്പിക്കാൻ നിവർത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ തോന്നണില്ല. എന്താ പറയണ പുച്ഛമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും കാണുന്നവർക്ക്. അപ്പോൾ ഇത്താക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടി കേട്ടോ. അതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. അവർക്ക് കിട്ടണം, അവരെ അർഹതപ്പെട്ടൊരു സ്ത്രീയാണ്, അവർക്ക് ആ സഹായം കിട്ടിയതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒരുപാട് ഇത്താൻ്റെ വീഡിയോസ് ഞാൻ ഫുള്ള് കാണുന്ന ആളാണ്. തുടക്കം മുതലേ ഞാൻ കാണും, ഞാൻ അവരുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവർക്ക് ആരും ഇല്ലാത്ത ഒരു പാമ്പിടിച്ച ഒരു ഇത്തായാണ്. അവർക്ക് കിട്ടണം എന്ന് വെച്ചാൽ അവർ നന്നായി കഷ്ടപ്പെടുന്ന ഒരാൾ, അങ്ങനെ ഉള്ളവർക്ക് വേണം നമ്മൾ കൊടുക്കാൻ. നന്നായിട്ട് കഷ്ടപ്പെടുന്ന അവർ ചെയ്യുന്ന ജോലി തന്നെ അവരെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ആ കുഞ്ഞുങ്ങളെ സന്തോഷമൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് എന്താ ഒരു സന്തോഷം. ആ കുഞ്ഞുങ്ങൾക്ക് ആ സാധനങ്ങളൊക്കെ വന്നപ്പോൾ അവരെല്ലാം കൂടെ ഇരുന്ന് അത് എടുക്കുന്നതും അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷമൊക്കെ അതെനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നിയത്. അവർക്ക് കിട്ടട്ടെ, ഇങ്ങനെയുള്ളവർക്ക് കിട്ടണം, അർഹത ഉള്ളവർക്ക് കൊടുക്കണം. അല്ലാതെ അർഹതയില്ലാത്തടത്ത്, നിങ്ങൾ വിശപ്പില്ലാത്തടത്ത് കൊണ്ടുവന്ന് ഭക്ഷണം വിളമ്പിയിട്ട് ഒരു കാര്യമില്ല. വിശപ്പ് ഉള്ളവന് ഭക്ഷണം വിളമ്പി കൊടുക്കുക. വിശപ്പില്ലാത്തവർ അവിടെ ഇരുന്ന് ഇവിടെ അവിടെയൊക്കെ ഇരുന്ന് അവർ പിന്നും ചോദിച്ചു മേടിച്ചുകൊണ്ടേയിരിക്കും. അത് അവർക്ക് വിശപ്പറിഞ്ഞ് നിങ്ങൾ വിളമ്പി കൊടുക്കുക പാത്രം നിറച്ച്, അതാണ് ചെയ്യേണ്ടത്. അപ്പം അവരുടെ ആ കുഞ്ഞുങ്ങളുടെ സന്തോഷം, ആ കുഞ്ഞുങ്ങൾക്ക് അവർക്കും അത് കിട്ടണം എന്ന് വെച്ചാൽ അവർ 3 കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് അവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കണം. അല്ലാതെ അവരെ ആരുടെ മുമ്പിൽ വന്ന് അവരുടെ കുഞ്ഞുങ്ങൾക്കോ അരി മേടിക്കാൻ നിവർത്തിയില്ല എന്നവർ ഇന്നവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ വീട് പൂർത്തീകരിക്കാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. അവരാൽ കഴിയുന്ന സഹായങ്ങൾ കൊടുക്കണമെന്ന്.
അതൊക്കെ അത്രമാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. ബാക്കി അവരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആഹാര സാധനങ്ങളും എല്ലാം അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ നോക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ സഹായങ്ങൾ കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ഈ പിന്നെ ഒരുപാട് ഇപ്പം സഹായങ്ങൾ മിക്ക ആൾക്കാർക്കും ഇതുപോലെ പാവപ്പെട്ടവർക്കൊക്കെ സഹായം കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുക്കുക. അല്ലാതെ ഈ ധൂർത്തടിച്ച് നടക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് വരുമാനങ്ങളൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ പിന്നും വാരി കോരി കൊടുക്കാതിരിക്കുക. വീണ്ടും നിങ്ങൾ ഇല്ലാത്തവർക്ക് നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ കൊടുക്കുക. അല്ലാതെ അപ്പം എനിക്കത് പറയണമെന്ന് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം വീഡിയോ ഇത്താൻ്റെ വീഡിയോ ഞാൻ എല്ലാ വീഡിയോസും കാണുന്നത്. എനിക്കവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, കഷ്ടപ്പാടുകൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഓരോ സ്ത്രീകളും മക്കളെ വളർത്തേണ്ടത്. അവരാരുടെ മുമ്പിലും കൈ നീട്ടുന്നില്ലല്ലോ. അവരുടേതായ തൊഴിൽ ചെയ്തിട്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് അവരെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെ സഹായിച്ച നല്ല മനസ്സുള്ള എല്ലാവർക്കും ഒരുപാട് ഞാനും നന്ദി പറയുന്നു. അങ്ങനെ ഇതുപോലെ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുക്കുക. നമുക്കൊന്നും അന്നും ഒരു സഹായം കിട്ടിയിട്ടില്ല, ഇന്നും നമുക്ക് സഹായമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒന്നുമില്ല, ഒന്നുമില്ല, ഇന്നും ഒന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നു. അന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. അർഹതയുള്ളവർക്കൊന്നും എങ്ങൊന്നും ഒരു സഹായവും കിട്ടത്തില്ല. ഇല്ലാത്തടത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കൊടുക്കട്ടെ. അങ്ങനെയൊക്കെ മേടിക്കാൻ ഒരു ഭാഗ്യം വേണമല്ലോ. അപ്പം വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പം ഞാനിതിൽ ആരെയും വ്യക്തിപരമായിട്ടൊന്നും കുറ്റമോ കുറവുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ കണ്ടത് ഒന്ന് പറഞ്ഞു. അത് എൻ്റെ അഭിപ്രായമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറഞ്ഞു. ഇഷ്ടപ്പെടാത്തവരോ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിട്ടോ ആക്ഷേപിച്ചിട്ടോ ഒന്നുമില്ല. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പം വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണില്ല. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.